Sadra. So today we are going to discuss the second chapter of CBSE class 9 students, and in our previous classes we discussed up to types of mixtures. Okay, so today we are going to discuss about that solution. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏകദേശം ടൈപ്സ് ഓഫ് മിക്സ്റ്റേഴ്സ്, ഹോമോജീനിയസ് മിക്സ്റ്റേഴ്സ്, ഹെറ്ററോജീനിയസ് മിക്സ്റ്റേഴ്സ് എന്നൊരു ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുകയും തൊട്ടടുത്തൊരു ആക്ടിവിറ്റിയുടെ കുറച്ച് പോർഷൻ പറഞ്ഞു വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അപ്പം ഇന്ന് അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം കോപ്പർ സൾഫേറ്റ് വാട്ടർ ഡിസോൾവ് ചെയ്ത എന്തിന് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു, സൊല്യൂഷൻ എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നമുക്ക് സസ്പെൻഷനും കൊളോയിഡും ഇത്രയുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ചോക്ക് പൗഡർ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, ചോക്ക് പൗഡർ ഡിസോൾവ് ഇൻ വാട്ടർ എന്ന് പറയുന്ന ഒരു സസ്പെൻഷൻ എക്സാമ്പിൾ ആണ്. മിൽക്ക് എന്ന് പറയുന്നത് കൊളോയിഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു. ഇനി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് സൊല്യൂഷൻ, എന്താണ് സൊല്യൂഷൻ എന്നതാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, in that solution the components are uniformly distributed in it. ഇപ്പം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ തന്നെയാണ്. അതിനകത്തെ കമ്പോണൻസ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹോമോജീനിയസ് എന്ന് പറയുന്നത്. അപ്പം ഹോമോജീനിയസ് മിക്സ്ചർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സൊല്യൂഷൻ, ഒരുപാട് സൊല്യൂഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇപ്പം ഷുഗർ ഡിസോൾഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നത്, സാൾട്ട് ഡിസോൾഡ് ഇൻ വാട്ടർ എന്ന് പറയുന്നത്, അതേപോലെ സോഡ വാട്ടർ, പിന്നെ അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് എന്താ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് പറയാം, സൊല്യൂഷൻ എക്സാമ്പിൾസ് ആണ് എന്ന് പറയാൻ സാധിക്കും. ബിക്കോസ് ദ പാർട്ടിക്കിൾസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ഇറ്റ്. അപ്പം സോളിഡിനെ വാട്ടർ ഡിസോൾവ് ചെയ്യിക്കാമെന്നും ലിക്വിഡിനെ വാട്ടർ ഡിസോൾവ് ചെയ്യിക്കാമെന്നും ഗ്യാസിനെ വാട്ടർ ഡിസോൾവ് ചെയ്യിക്കാം എന്നത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ബേസിക്കലി അറിയാവുന്നൊരു കൺസെപ്റ്റ് ആണ്. സോളിഡിനെ നമുക്ക് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ലിക്വിഡും തങ്ങളിൽ ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഗ്യാസിനെ നമുക്ക് എന്തിൽ ഡിസോൾവ് ചെയ്യാം, ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോളിഡിനെ ലിക്വിഡ് ഡിസോൾവ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ പറയുന്നത്. അപ്പൊ ഷുഗറിന്റെ സ്റ്റേറ്റ് എന്താണ്, സോളിഡ് സ്റ്റേറ്റ്. അപ്പം ഷുഗർ ഡിസോൾവ് ഇൻ വാട്ടർ മീൻസ് സോളിഡ് ഡിസോൾവ് ഇൻ വാട്ടർ. ഇനി ലെമനേഡ് എന്ന് പറയുമ്പോൾ ലെമൺ ജ്യൂസ് മിക്സ്ഡ് വിത്ത് വാട്ടർ, ബോത്ത് ആർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. അപ്പം ലിക്വിഡിൽ തന്നെയാണ് എന്താവുന്നത്, ഡിസോൾവ് ആകുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നതാണ് ഗ്യാസിനെ നമുക്ക് എന്തിൽ ഡിസോൾവ് ചെയ്യിക്കാം, ലിക്വിഡിനകത്ത് ഡിസോൾവ് ചെയ്യിക്കാം. സോഡ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ എന്തിനകത്ത് ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി സോളിഡ് ആയിട്ടുള്ള സോളിഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യിക്കാൻ സാധിക്കുന്ന സ്റ്റേറ്റും അല്ലെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസ് ഉണ്ട്. ഗ്യാസിൽ തന്നെ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻസ് ഉണ്ട്. ഈ സോളിഡ് തങ്ങളിൽ ഡിസോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് അലോയിസ് എന്ന് പറയും കേട്ടോ. അപ്പം അലോയിസ് എന്ന് പറയുമ്പം അതെന്ന് വെച്ചാല് ലോഹസങ്കര എന്നാണ് നമ്മൾ എന്ത് പറയുന്നത്, അലോയിസിനെ മലയാളത്തിൽ പറയുന്നത്. അപ്പം ഒന്നിൽ കൂടുതൽ മെറ്റൽസിന്റെ ഒരു കോമ്പിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്, അലോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു മെറ്റലും നോൺ മെറ്റലും കൂടി ചേർന്ന് അത് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം, അലോയി എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ മെറ്റൽസ് കൂടി ചേർന്നാൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം, അലോയിസ് എന്ന് പറയാം. അപ്പം രണ്ടും എന്ത് സ്റ്റേറ്റിലാണ്, സോളിഡ് സ്റ്റേറ്റിലാണ്. ആ രണ്ട് സോളിഡ്സിനെയും നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാൻ സാധിക്കും. അപ്പൊ സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷൻസും ഉണ്ട്, സോളിഡ് സ്റ്റേറ്റിലുള്ള സൊല്യൂഷൻസും ഉണ്ട്. ഇനി ഗ്യാസിൽ തന്നെ ഡിസോൾവ് ചെയ്യിക്കുന്ന സൊല്യൂഷൻ ഉണ്ട്. അതാണ് നമ്മൾ പറയുന്നത് എയർ, അല്ലെ. എയറിനകത്ത് ഒരു ഗ്യാസ് മാത്രമാണോ, ഓക്സിജനും നൈട്രജനും അതേപോലെ ഒരുപാട് ഗ്യാസസ് എന്തിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട്, നമ്മുടെ നോർമൽ അറ്റ്മോസ്ഫിയറിക് എയറിനകത്ത് ഡിസോൾവ് ആയിട്ടുണ്ട്. അപ്പം ഗ്യാസിൽ തന്നെ മിക്സ് ആയിരിക്കുന്ന സൊല്യൂഷന് ഒരു എക്സാമ്പിൾ ആണ് അത്. അപ്പം സോളിഡിനെ നമുക്ക് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിക്കാം, ലിക്വിഡും ഡിസോൾവ് ആകും, ഗ്യാസ് ലിക്വിഡിൽ ഡിസോൾവ് ആകും, സോളിഡും തങ്ങളുടെ എന്താകാം, സൊല്യൂഷൻ ഫോം ചെയ്യും, ഗ്യാസും തങ്ങളിൽ എന്ത് ചെയ്യും, സൊല്യൂഷൻ ഫോം ചെയ്യും. സോളിഡും തങ്ങളുള്ള സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. അതർവൈസ് സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞ അലോയിസ് എന്ന് പറയുന്നത്. ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് എയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഒരു ബേസിക് കൺസെപ്റ്റ് ആണ്. അപ്പം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചർ ആണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് സോളിഡിനെ ഡിസോൾവ് ചെയ്യുന്ന ലിക്വിഡ്, ഗ്യാസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം അലോയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒന്നിൽ കൂടുതൽ മെറ്റൽസിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ എന്താന്ന് പറയുന്നത്, അലോയിസ് എന്ന് പറയുന്നത്. ഈ അലോയിസ് എന്തിന് എക്സാമ്പിൾ ആണ്, സോളിഡ് സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആണ്. ഗേഷ്യസ് സൊല്യൂഷന് എക്സാമ്പിൾ ആണ് എയർ എന്ന് പറയുന്നത്. ഇനി ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഇൻ ദാറ്റ് സൊല്യൂഷൻ ദെയർ ഈസ് 2 കമ്പോണൻസ് ആർ ദെയർ. ഓക്കെ, ഒരു സൊല്യൂഷനകത്ത് എത്ര കമ്പോണന്റ് ഉണ്ട്, 2 കമ്പോണന്റ് ഉണ്ട്. ഓക്കെ, ഇൻ എ സൊല്യൂഷൻ ദെയർ ഈസ് 2 കമ്പോണൻസ് ആർ ദെയർ. അപ്പം ആ 2 കമ്പോണൻസ് എന്ന് പറയുമ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക, ഷുഗർ സൊല്യൂഷൻ.
ഓക്കെ, ഷുഗർ സൊല്യൂഷൻ. അതിനകത്ത് ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട് അല്ലെ, ഷുഗറും ഉണ്ട് വാട്ടറും ഉണ്ട്. ദാറ്റ് ഡിസോൾവ്സ് ദ അതർ. ഓക്കെ, എന്താണോ മറ്റൊന്നിനെ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്, സോൾവെന്റ് എന്ന് പറയുന്നത്. ദ പാർട്ടിക്കിൾ ദാറ്റ് ഡിസോൾവ്സ് ദ അതർ ഈസ് നോൺ ആസ് സോൾവെന്റ്. ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഷുഗറിനെ അതിനകത്ത് ഡിസോൾവ് ആക്കുന്ന ആരാണ്, വാട്ടർ ആണ് അല്ലെ. വാട്ടർ ആണ് അവിടുത്തെ എന്തെന്ന് പറയുന്നത്, സോൾവെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ലാർജർ ക്വാണ്ടിറ്റി ഏതാണോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, സോൾവെന്റ് എന്ന് പറയുന്നത്. ഡിസോൾവ് ചെയ്യുന്നത് അല്ല, ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഡിസോൾവ്സ് ദി അതർ. ഡിസോൾവ്സ്, ഡിസോൾവ്ഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഡിസോൾവ്സ്. അപ്പം ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം ഷുഗറും വാട്ടറും എടുക്കുകയാണെങ്കിൽ ഷുഗർ ആണ് എന്തിൽ ഡിസോൾവ് ആകുന്നത്, വാട്ടറിൽ ഡിസോൾവ് ആകുന്നത്. അപ്പം ആ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, സോൾവെന്റ്. ഡിസോൾവ് ആകുന്ന വസ്തുവാണ് അവിടുത്തെ എന്ത്, സൊല്യൂട്ട്. അപ്പം സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് ആർ ദ ടു കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ. ഒരു സൊല്യൂഷന്റെ രണ്ട് കമ്പോണൻസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ നമുക്ക് എന്തെന്ന് പറയണം, സോൾവെന്റ്. ഫസ്റ്റ് കമ്പോണന്റിന്റെ പേരാണ് സോൾവെന്റ്, സെക്കൻഡ് കമ്പോണന്റ് ആണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് കമ്പോണന്റിന്റെ പേര് സൊല്യൂട്ട്, സെക്കൻഡ് കമ്പോണന്റ് സോൾവെന്റ്. ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത് സോൾവെന്റും ഡിസോൾവ് ആകുന്നത് സൊല്യൂട്ടും. അല്ലെങ്കിൽ ലാർജർ ക്വാണ്ടിറ്റി ഉള്ളത് സോൾവെന്റും ലെസർ ക്വാണ്ടിറ്റി വരുന്നത് സൊല്യൂട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. ഇതിനകത്ത് സൊല്യൂട്ടും സോൾവെന്റും നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഷുഗർ സൊല്യൂഷൻ. ഓക്കെ, ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഷുഗർ ആണ് അതിനകത്ത് എന്തായിരിക്കുന്നത്, ഡിസോൾവ് ആയിരിക്കുന്നത്. അപ്പം ഷുഗർ അവിടുത്തെ എന്താണ്, സൊല്യൂട്ട്. എന്തിലാണ് ഡിസോൾവ് ആയിരിക്കുന്നത്, വാട്ടറിൽ. അതുകൊണ്ട് വാട്ടർ അവിടുത്തെ എന്താണ്, സോൾവെന്റ്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ അയഡിൻ ഇൻ ആൽക്കഹോൾ. അയഡിനെ ആൽക്കഹോൾ ഡിസോൾവ് ചെയ്യുന്ന ആ ഒരു സൊല്യൂഷൻ നമ്മൾ പറയുന്ന പേര് ടിങ്ചർ ഓഫ് അയഡിൻ എന്നാണ്. ടിങ്ചർ ഓഫ് അയഡിൻ. ഓക്കെ, ടിങ്ചർ ഓഫ് അയഡിൻ എന്നാണ് അതിന്റെ ഒരു കോമൺ നെയിം എന്ന് പറയുന്നത്. അപ്പം അയഡിൻ ആണ് എന്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നത്, ആൽക്കഹോളിൽ. അപ്പം അവിടുത്തെ സോൾവെന്റ് ആൽക്കഹോളും സൊല്യൂട്ട് അയഡിനും. കാരണം അയഡിൻ ഡിസോൾഡ് ഇൻ ആൽക്കഹോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയഡിൻ ഡിസോൾഡ് ഇൻ ആൽക്കഹോൾ. അയഡിൻ ആണ് ആൽക്കഹോളിൽ ഡിസോൾവ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അയഡിൻ അവിടുത്തെ സൊല്യൂട്ടും ആൽക്കഹോൾ അവിടുത്തെ സോൾവെന്റും. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്. എക്സാമ്പിൾ നമ്മൾ സോഡ വാട്ടർ എടുക്കണം കേട്ടോ. അപ്പം സോഡ വാട്ടർ എന്ന് പറയുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ. കാർബൺ ഡയോക്സൈഡ് ഡിസോൾഡ് ഇൻ വാട്ടർ. അപ്പം ഡിസോൾവ് ആയി ചേർന്നിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ്, അതുകൊണ്ട് അത് അവിടുത്തെ സൊല്യൂട്ട്. എന്തിലാണ് ഡിസോൾവ് ആയി ചേർന്നിരിക്കുന്നത്, വാട്ടറിൽ. അതാണ് അവിടുത്തെ സോൾവെന്റ്. ഇനി നമ്മൾ പറയാണ് എയർ. ഓക്കെ, എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഗ്യാസുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ എടുത്തു പറയുന്നത് ഓക്സിജനും നൈട്രജനും ആണ്. എയറിനകത്ത് ഏകദേശം 21% ഓക്സിജനും 78% നൈട്രജനും പിന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി എന്തുകൊണ്ട് മറ്റു ഗ്യാസസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പം എയറും എന്തിനൊരു എക്സാമ്പിൾ ആണ്, സൊല്യൂഷന് എക്സാമ്പിൾ ആണ്. അപ്പം സൊല്യൂഷന്റെ രണ്ട് പാർട്ട് അല്ലെങ്കിൽ ടു കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ സൊല്യൂട്ട്, സെക്കൻഡ് വൺ സോൾവെന്റ്. സൊല്യൂട്ട് എന്ന് പറയുന്നത് എപ്പോഴും ലെസർ എമൗണ്ട് ആയിരിക്കും. സോൾവെന്റ് എന്ന് പറയുന്നത് ബിഗ്ഗർ ക്വാണ്ടിറ്റി ആയിട്ട് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ കൂടുതലുള്ളത് സോൾവെന്റും കുറച്ച് വരുന്നത് സൊല്യൂട്ടും ആയിരിക്കും. അപ്പം സൊല്യൂട്ടും സോൾവെന്റും ആണ് ഒരു സൊല്യൂഷന്റെ രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് എ സൊല്യൂഷൻ. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് സൊല്യൂഷൻ ആണ് നമുക്ക് ഇനി പറയാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇതെന്താണ്, സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഓക്കെ, സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. സൊല്യൂഷൻ എന്ന് പറയുന്ന എല്ലാ സൊല്യൂഷൻസും എന്താണ്, ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ബിക്കോസ് ദാറ്റ് പാർട്ടിക്കിൾസ് ആർ യൂണിഫോംലി സ്പ്രെഡ് ഔട്ട് ഇറ്റ്. യൂണിഫോം ആയിട്ടായിരിക്കും അതിനകത്തുള്ള എല്ലാ കമ്പോണൻസും അതിൽ കൂടി ചേർന്നിരിക്കുന്നത്. സോ സൊല്യൂഷൻസ് ആർ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് their size. Okay, the particle sizes are 1 nanometer, smaller than 1 nanometer in diameter. അതിന്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനെക്കാളും ചെറുതാണെന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ സാധിക്കും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വി കാൺ സീ ദം ത്രൂ അവർ നേക്കഡ് ഐസ്. നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ സാധിക്കത്തില്ല. അത്രയ്ക്ക് ചെറുതാണ് സൊല്യൂഷനകത്തെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിലൂടെ ലൈറ്റ് പാസ് ചെയ്താൽ ഒരിക്കലും അതിനെ സ്കാറ്റർ ചെയ്യിക്കാനുള്ള ഒരു എബിലിറ്റി ആർക്കില്ല, സൊല്യൂഷനകത്ത് ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനില്ല.
So they do not scatter the beam of light, so we can't see the path inside that solution. Okay, നമ്മളിപ്പോൾ ലൈറ്റ് ഈ സൊല്യൂഷനിലൂടെ പാസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ സൈസ് എന്താണ്, വളരെ ചെറുതായതുകൊണ്ട് ആ ചെന്ന് തട്ടുന്ന ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാനുള്ള എബിലിറ്റി അതിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിന് ഇല്ല. അതുകൊണ്ട് തന്നെ അതിലൂടെ ലൈറ്റിനെ കടത്തി വിട്ടാലും ആ പാത്ത് ഓഫ് ലൈറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കത്തില്ല. ബിക്കോസ് ദ പാർട്ടിക്കിൾ സൈസ് ഈസ് സ്മോളർ ദാൻ 1 നാനോമീറ്റർ. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ബിക്കോസ് ദ പാർട്ടിക്കിൾ സൈസസ് ആർ സ്മോളർ ദാൻ 1 നാനോമീറ്റർ. സൊല്യൂഷനകത്തെ പാർട്ടിക്കിൾസിന്റെ സൈസ് എന്ന് പറയുന്നത് 1 നാനോമീറ്ററിനേക്കാളും ചെറുതായതുകൊണ്ട് തന്നെ അതിനകത്ത് ബീം ഓഫ് ലൈറ്റ് പാസ് ചെയ്യിച്ചാലും പാത്ത് എന്തല്ല, വിസിബിൾ അല്ല. ഇനി നമ്മൾ ആ സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു, കുറച്ചു നേരത്തേക്ക് ഡിസ്റ്റർബ് ചെയ്യാറുണ്ട്, അനക്കാതെ അങ്ങനെ വെക്കാന്ന് കരുതുക. എത്ര നേരം നമ്മൾ ഇനി അനക്കാതെ വെച്ചെന്ന് പറഞ്ഞാലും there is nothing will happen. Okay, there nothing will happen means there is nothing to settle down at the bottom of the container. നമ്മൾ ഇനി അത് എത്ര നേരം വെച്ചിരുന്നാലും ഒന്നും അതിനകത്ത് എന്ത് ചെയ്യാൻ പോകുന്നില്ല, സെറ്റിൽ ഡൗൺ ചെയ്യാൻ പോകുന്നില്ല. കാരണം എന്താണ്, അത് കംപ്ലീറ്റ്ലി യൂണിഫോംലി അതിനകത്ത് സ്പ്രെഡ് ഔട്ട് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അനക്കാതെ വെച്ചാലും ഒന്നും തന്നെ അതിൽ എന്ത് ചെയ്യില്ല, അടിഞ്ഞു കൂടില്ല. ഇനി നമ്മളതൊന്ന് ഫിൽട്ടർ ചെയ്യുകയാണെന്ന് വരിക, അരിക്കുകയാണെന്ന് വരിക. നിങ്ങൾ ഷുഗർ സൊല്യൂഷൻ ഒന്ന് അരിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് അരിച്ചാലും അതിനകത്ത് ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അതൊക്കെയാണ് എന്തിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ സൊല്യൂഷൻസ് നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് വരാം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സൊല്യൂഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹോമോജീനിയസ് മിക്സ്ഡ്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അത് ഹോമോജീനിയസ് ആണ്. എക്സാമ്പിൾസ് നമ്മൾ കുറെ പറഞ്ഞിരുന്നു. ഈ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോളിഡിനെ നമുക്ക് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യിക്കാം, ലിക്വിഡും തങ്ങൾ ഡിസോൾവ് ആകും, ഗ്യാസും ലിക്വിഡും തങ്ങൾ ഡിസോൾവ് ആകും. സോളിഡ് സൊല്യൂഷനും ഉണ്ട്, ഗേഷ്യസ് സൊല്യൂഷനും ഉണ്ട്. സോളിഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് അലോയ്സ്, ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിൾ ആണ് ഗ്യാസ് എന്ന് പറയുന്നത്. സോറി, ഗ്യാസ് അല്ല, എയർ എന്ന് പറയുന്നത്. ഇനി അലോയ്സ് എന്ന് വെച്ചാൽ എന്താണ്, കോമ്പിനേഷൻ ഓഫ് മെറ്റൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അലോയ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഈ അലോയ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മെറ്റലും തങ്ങളിൽ എന്ത് ചെയ്യാം, കൂടിച്ചേരാം. അതല്ലെങ്കിൽ ഒരു നോൺ മെറ്റലും തങ്ങളിലും എന്ത് ചെയ്യാം, കൂടിച്ചേരാം. പക്ഷെ അതിനെ നമുക്ക് ഒരിക്കലും ഒരു ഫിസിക്കൽ പ്രോസസ്സിലൂടെ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഫിസിക്കൽ പ്രോസസ്സിലൂടെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ നമ്മൾ പ്യുവർ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ അലോയ്സിനെ നമുക്ക് ഫിസിക്കൽ പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നിട്ട് നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മിക്സ്റ്റേഴ്സിലായതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അത് അതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പ്രോപ്പർട്ടീസ് കാണിക്കാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, മിക്സ്റ്റേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ് അല്ലേ, പക്ഷെ നമുക്കത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഫിസിക്കലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിനെ നമ്മൾ എന്തെന്നാണ് കരുതിയിരുന്നത്, പ്യുവർ എന്നാണ് കരുതിയിരുന്നത്. ഈ അലോയ്സിനെ നമുക്ക് ഫിസിക്കൽ മെത്തേഡിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്കിലും അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മിക്സ്റ്റേഴ്സിലാണ്. കാരണം അതിന്റെ ഉള്ളിലെ പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് അത് എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, മിക്സ്റ്റേഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഒരു സൊല്യൂഷന്റെ രണ്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് ഓഫ് എ സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട്. ഡിസോൾവ്സ് ചെയ്യിക്കുന്നത് ആരാണോ അതിനെ നമ്മൾ സോൾവെന്റ് എന്ന് പറയും. ഡിസോൾവ് ആവുന്നത് ആരാണോ അതിനെ നമ്മൾ സൊല്യൂട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഹയർ ക്വാണ്ടിറ്റി ഉള്ള സോൾവെന്റും ലെസർ ക്വാണ്ടിറ്റിയിൽ വരുന്നത് സൊല്യൂട്ടുമാണ്. കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിരുന്നു. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഷുഗർ അവിടുത്തെ സൊല്യൂട്ടും വാട്ടർ അവിടുത്തെ സോൾവെന്റും. ടിഞ്ചർ ഓഫ് അയഡിൻ എന്ന് പറയുമ്പോൾ അയഡിൻ അവിടുത്തെ സൊല്യൂട്ടും ആൽക്കഹോൾ അവിടുത്തെ സോൾവെന്റുമാണ്. ഇനി നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് വന്നു വെച്ചാൽ എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്. ഓക്കെ, എയറേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടുത്തെ സൊല്യൂട്ട്, വാട്ടർ ആണ് അവിടുത്തെ സോൾവെന്റ്. ഇനി എയർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഗ്യാസസ് എന്തായിട്ടുണ്ട്, മിക്സ്ഡ് ആയിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഓക്സിജൻ ഒരു 21% ഓക്സിജനും 78% നൈട്രജനും കൂടാണ്ട് മറ്റു ഗ്യാസസും അതിനകത്ത് വരുന്നുണ്ട്. ഇനി പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ solutions are homogeneous mixtures. Solutions എന്താണ്, homogeneous mixtures ആണ്. Their particles means inside that solution there is particles. Their size is smaller than 1 nanometer in diameter, so they can't see through our naked eyes. അവരുടെ പാർട്ടിക്കിൾ സൈസ് 1 നാനോമീറ്ററിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ണുകൊണ്ട് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കത്തില്ല. Then their particle size is that much small, so they can't scatter the beam of light. Okay, ഈ പാർട്ടിക്കിൾ സൈസ് അത്ര ചെറുതായതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ലൈറ്റ് കടത്തി വിടുകയാണെങ്കിലും അതിനെ സ്കാറ്റർ ചെയ്യത്തില്ല. അതുകൊണ്ട് പാത്ത് ഓഫ് ലൈറ്റ് ഈസ് നോട്ട് വിസിബിൾ ഇൻ സൊല്യൂഷൻസ്. സൊല്യൂഷനകത്ത് ആ ലൈറ്റിന്റെ പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കത്തില്ല. ഇനി if we keep that solution undisturbed for a long time, then there nothing will settle down at the bottom of the beaker. നമ്മൾ ആ സൊല്യൂഷൻ കുറെ നേരത്തേക്ക് അനക്കാണ്ട് വെച്ചിരുന്നാൽ തന്നെയും ആ ബീക്കറിൽ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, സെറ്റിൽ ഡൗൺ ചെയ്യില്ല. ഇനി നമ്മൾ ഫിൽട്ടർ ചെയ്താലും നമുക്ക് യാതൊരു ഫിൽട്രേറ്റും അവിടെ കിട്ടില്ല. ഇത്രയുമാണ് സൊല്യൂഷൻസിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. കൃത്യമായി പഠിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.